അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 1400ഓളം വരുന്ന തൻ്റെ സേനയും ഖൈബറിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഖൈബർ യുദ്ധം ഒരുപാട് ദിവസം നീണ്ടു നിന്നു എന്നതാണ് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ദൗത്യമായിരുന്നില്ല അത്. ആ ദിവസങ്ങളിൽ അധികവും ഉപരോധങ്ങളായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഒരുപാട് ശ്രമങ്ങൾ നീണ്ടുപോയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, നാളെ ഞാൻ ഒരാളുടെ കയ്യിൽ പതാക നൽകാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ തീർച്ചയായിട്ടും ഖൈബർ ഇസ്ലാമിന് അനുകൂലമായി വിജയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അന്നത്തെ രാത്രി പ്രധാനികളായ സഹാബിവര്യന്മാർക്കെല്ലാവർക്കും നാളത്തെ ആ സൗഭാഗ്യവാൻ ഞാനായിരിക്കണം എന്ന ആഗ്രഹമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായിരുന്നാലും പിറ്റേ ദിവസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈമയിൽ നിന്ന് പുറത്തു വന്ന് ഏതോ ഒരാളെ പരതുന്നത് പോലെ, തിരയുന്നത് പോലെ ചുറ്റുഭാഗവും നോക്കിയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുതിയ ആളെ കണ്ടില്ല. അപ്പോൾ പിന്നെ നബി ഉറക്കെ വിളിച്ചു ചോദിച്ചു, എവിടെയാണ് അലി ബിൻ അബി ത്വാലിബ്, എവിടെയാണ്? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് ചോദിക്കുന്നത്. അവർക്ക് ആർക്കും അതിൽ വിഷമവുമില്ല. കാരണം ഇത്രയും സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയാണോ അന്വേഷിക്കേണ്ടത് ആ ആളെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ആർക്കും അതിൽ പ്രയാസങ്ങൾ ഒന്നും തന്നെയില്ല. ഏതായിരുന്നാലും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, നബി അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കുകയാണ്, കണ്ണിന് അസുഖം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ നബി അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സിദ്ധൌഷധമായ തുപ്പുനീരെടുത്തുകൊണ്ട് അത് തടവി പുരട്ടി കണ്ണിന് ആശ്വാസം ഉടനടി വരികയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ പതാക ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്നത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവാണ്. ഏറ്റവും ആദ്യമായി പ്രതിരോധം ആരംഭിച്ചത് നായിം എന്നു പേരുള്ള അവരുടെ ഒരു കോട്ടയുടെ മുമ്പിലായിരുന്നു എന്നാണ്. അതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ കോട്ടയല്ല, പക്ഷേ എങ്കിലും ഏറ്റവും അവരുടെ നേതാവ്, അക്കാലത്തെ ഖൈബറിലെ ജൂതന്മാരുടെ നേതാവായിരുന്ന മുറഹബ് താമസിച്ചിരുന്ന സ്ഥലമാണ് നായിം കോട്ട എന്ന് പറയുന്നത്. അവിടേക്കാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം ചെന്നത്. അവിടെ നിന്ന് പരസ്യമായി അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അത് അവർ നിരസിച്ചു. അതോടുകൂടെ യുദ്ധത്തിനുള്ള കളമൊരുങ്ങി. യുദ്ധം എപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാവാറുള്ളത് ദ്വന്ദ്വ യുദ്ധങ്ങളാണ്. അതായത് ഒരാളെ നേരിടുന്ന തരത്തിലുള്ള ഏകാംഗ യുദ്ധങ്ങൾ. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു വെല്ലുവിളിച്ചു. ആദ്യമായി ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ജൂതന്മാരുടെ ഭാഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് അവരുടെ നേതാവായ മുറഹബ് തന്നെയായിരുന്നു. അത് ആലിമത്ത് ഖൈബറു അന്നി മുറഹബു ഷക്കി സിലാഹി ബത്വലും മുജറബു തുടങ്ങിയ തീ പാറുന്ന കവിതകൾ ഉറക്കെ ചൊല്ലിക്കൊണ്ടായിരുന്നു മുറഹബ് വന്നത് എന്നാണ് ചരിത്രം. അത് അക്കാലത്തെ ഒരു രീതിയായിരുന്നു. ഏറ്റുമുട്ടൽ സംഭവിക്കുന്നതിന് മുമ്പായി ഒരുപാട് വലിയ വായിലുള്ള വർത്തമാനങ്ങളും അവകാശവാദങ്ങളും വെല്ലുവിളികളും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുക എന്നത് അക്കാലത്തെ ഒരു രീതിയായിരുന്നു. ആ അർത്ഥത്തിൽ മുറഹബ് ആവേശപൂർവം ഒരുപാട് വലിയ വായിൽ ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, എന്നെ ഖൈബറിലെ ഓരോ മണൽത്തരികൾക്കും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള ഒരു വരവായിരുന്നു മുറഹബിൻ്റേത്. മുറഹബിൻ്റെ വരവിനെ ആദ്യം നേരിട്ടത് ആമിർ എന്ന് പറയുന്നൊരു സഹാബിയായിരുന്നു. അദ്ദേഹം വലിയ ധീരൻ തന്നെയായിരുന്നു. കാരണം ശരിക്കും ഈ മുറഹബ് എന്ന് പറയുന്ന ആൾ
ജൂതന്മാർക്കിടയിൽ വളരെ പ്രശസ്തനായിരുന്നു. അതായത് കടുത്ത പോരാട്ടങ്ങൾ നടത്താൻ കഴിവുള്ള, ശാരീരികമായ ക്ഷമതയുള്ള, മാനസികമായ കരുത്തുള്ള ഒരാളായിരുന്നു മുറഹബ് എന്നാണ് ചരിത്രം. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് ചാടിയിറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാകൂ. അതുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ മാത്രം കഴിയുമായിരുന്ന ഒരാളായിരുന്നു അവിടെ വന്നത്. അത് ആമിർ എന്ന സഹാബിയായിരുന്നു. അദ്ദേഹവും മറിച്ച്, അതായത് തിരിച്ച് പാട്ടുപാടൊക്കെ ചെയ്തു. അത് ആലിമത്ത് ഖൈബറു അന്നി ആമിറു ഷക്കിസിലാഹി ബാത്വലുൻ മുഗാമിറു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കവിതകൾ ചൊല്ലിക്കൊണ്ടായിരുന്നു. അതായത് വാക്കിന് വാക്കുകൊണ്ട്, കവിതക്ക് കവിത കൊണ്ട് ഉത്തരം നൽകിക്കൊണ്ടായിരുന്നു ഓളങ്ങൾ ഭേദിച്ചുകൊണ്ട് ആമിർ റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വന്നത്. അങ്ങനെ അവർ രണ്ട് പേരും തമ്മിൽ ഏറ്റുമുട്ടി. നല്ല തീപാറുന്ന ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. പക്ഷേ ആ ഏറ്റുമുട്ടലിൻ്റെ ഇടയിൽ ചുവട് വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിലേതോ ഒരു ചുവടിൻ്റെ ഏതോ ഒരു ഭാഗത്തിൽ ആമിർ റളിയല്ലാഹു അൻഹുവിന് പിഴവ് സംഭവിച്ചു എന്നാണ് ചരിത്രം. അപ്പോൾ അങ്ങനെ ആമിർ റളിയല്ലാഹു തആല അൻഹു മുറഹബിനാൽ വധിക്കപ്പെടുകയാണ് ചെയ്തത്. റളിയല്ലാഹു അൻഹു അല്ലാഹ്. ആമിർ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടതോടുകൂടെ പിന്നെ മറ്റൊന്നും കാത്തു നിന്നില്ല. നേരെ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തന്നെ മുറഹബിൻ്റെ മുമ്പിലേക്ക് ചാടിയിറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു ചാടിയിറങ്ങിയതോടുകൂടെ യുദ്ധക്കളം, അതായത് യുദ്ധം വളരെ ചൂടേറിയ ഒരവസ്ഥയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം അലി റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി. അലി റളിയല്ലാഹു തആല അൻഹു തന്നെ മുറഹബിനെ നേരിട്ടു, മുറഹബിനെ വകവരുത്തുകയും ചെയ്തു. അതെല്ലാം വളരെ വികാരോജ്വലമായ അധ്യായങ്ങളാണ് ഖൈബർ യുദ്ധത്തിൽ. അത് കഴിഞ്ഞതോടുകൂടെ, അതായത് മുറഹബ് എന്ന് പറയുന്ന തങ്ങളുടെ പരമാധ്യക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ നേതാവ് വീണതോടുകൂടെ സത്യത്തിൽ ജൂതന്മാരുടെ മനസ്സ് ഇടറിപ്പോയി. പക്ഷേ അവരത് കാണിച്ചില്ല. അവരങ്ങനെയുള്ള ഒരു വിഭാഗം ജനങ്ങളാണ്. അവർ പിന്നെയും പിടിച്ചു നിൽക്കാനുള്ള തീവ്രമായ ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് കോട്ടയുടെ മുകളിൽ നിന്ന് മറ്റൊരു വെല്ലുവിളി കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് മുറഹബിൻ്റെ സഹോദരൻ യാസിറിൻ്റേതായിരുന്നു. യാസിർ, നിങ്ങളിൽ ആരാണ് എന്നോട് മല്ലയുദ്ധത്തിന്, ദ്വന്ദ്വയുദ്ധത്തിന് കഴിവുള്ളവൻ, ധൈര്യമുള്ളവൻ എന്നായിരുന്നു വിളിച്ചു ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.